പ്രിയ കലാസ്നേഹികളെ, വർത്തമാനകാലത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതങ്ങളും അവഗണനകളും അനുഭവിക്കുന്ന വിഭാഗം കർഷകരാണ്. അധികാരവർഗവും ഉദ്യോഗസ്ഥവർഗവും അവർക്കെതിരാണെങ്കിലും അവർ എല്ലാവർക്കും ഒരുപോലെ അന്നം വിളമ്പുന്നു. കർഷകരുടെ സംരക്ഷണം അവർ തന്നെ ഏറ്റെടുക്കണമെന്ന ആശയം പങ്കുവച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു കർഷക നിൻ രക്ഷ നിൻ കൈകളിൽ. സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചിലാണ്. ഭൂരിഭാഗം ആളുകളും കർഷകരാണ്. വേണ്ടത്ര വാഹന സൗകര്യം പോലും ഇല്ലാത്ത ഈ നാട്ടിൽ ആളുകൾ അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു പ്രധാന ഇടമാണ് ജെയിംസിൻ്റെ ചായക്കട. കാട്ടുകരാർ മുതൽ റഷ്യ യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും വരെ ചർച്ചയാകുന്ന ജെയിംസിൻ്റെ ചായക്കടയിലെ വിശേഷങ്ങളിലേക്ക് രണ്ട് വാഴക്കൊല ഉണ്ടായിരുന്നു. നാളെ ഉണ്ട്, കൊലയുണ്ട്, പക്ഷെ കിടക്കില്ല. കടുപ്പത്തിലായിക്കോട്ടെ. മാറ്റിയില്ലേ മലനാടിന്റെ ചായപ്പൊടി മലനാടിന്റെ നല്ല സൂപ്പർ ചായപ്പൊടി. ഇവിടെ ഉൽപ്പന്നങ്ങളെല്ലാം പൊതുവെ ഓടി വരിക എല്ലാവരും കൂടെ ഉണ്ടല്ലോ. ഇങ്ങനെ പരാജയമാണ്. ചർച്ചയാണല്ലോ. പന്നിയെന്നോ പോത്തെന്നോ ആനയെന്നൊക്കെ പറയുന്നു. നേതാവെ ചർച്ച ചെയ്യാനല്ലേ പറ്റൂ. മരുമോനും അമ്മായിയപ്പനും കൂടെ എല്ലാ കാര്യങ്ങൾ തീരുമാനിക്കും. ഞാൻ ചായപ്പാടെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവർ അധികാരം കിട്ടാൻ വേണ്ടി കൂടോത്രം ചെയ്താണ്. എന്തോ ചെയ്യാനാണ്. നിങ്ങളാരും പരിഹസിക്കണ്ടെന്നേ. രണ്ടാം തവണ ഞങ്ങൾ അധികാരത്തിൽ വന്നേക്കുന്നേ. കൃഷികം വഴിയെ എല്ലാ ആനുകൂല്യവും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പോയി വാങ്ങിക്കാത്ത എന്റെ കുഴപ്പമാണോ? കർഷകന്റെ അധ്വാനഫലം ശുദ്ധജീവിതത്തിൽ നിന്ന് നശിപ്പിക്കും. അതായത് കാട്ടിൽ നിറങ്ങുന്ന മൃഗങ്ങൾ എല്ലാം കൃഷി നശിപ്പിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഒരു സർക്കാരും നിങ്ങളെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഫോറസ്റ്റുകാരാണെന്നാണ് പത്രക്കാർ പറയുന്നത്. ജിൻസ്, ഈ ചായപ്പൊടി ഇരുന്ന് താങ്കൾ എന്തോ സംസാരിക്കുന്നത്? വനവും വന്യജീവിയും കേന്ദ്ര സർക്കാരിന്റെ വകയല്ലേ? അതിന് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? വനവും വന്യജീവിയും കേന്ദ്ര സർക്കാരിന്റെ വകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടക്കുന്നത്? നിങ്ങൾ വനത്തിൽ ജീവിക്കുന്ന ജീവികളെ അവിടെ സംരക്ഷിക്കാൻ പറ്റാതെ ഞങ്ങളുടെ പറമ്പിലേക്ക് ഇറക്കി വിട്ടിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ത് തോന്നിയതാണ് അവിടെ കാണിക്കുന്നത്? വനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ജീവികൾ ഇവിടുത്തെ കർഷകരുടെ ഭീഷണി ഉണ്ടെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുള്ള ഡിപ്പാർട്ട്മെന്റാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. എന്തുകൊണ്ട് നിങ്ങൾ അധികാരം ശരിയായ രീതിയിൽ പ്രയോഗിക്കുന്നില്ല? അതെന്താ സംസാരിക്കുന്നേ? അതിനുവേണ്ടിയല്ലേ നിയമസഭയിൽ MLA-മാര് നിയമം പാസാക്കി അതായത് പഞ്ചായത്തിലെ ഉത്തരവാദിത്വം പന്നികളെ വെടിവെക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചേക്കുന്നത്? അത് നേതാവ് പറഞ്ഞത് ശരിയാണ്. ചില പ്രസിഡന്റുമാര് പന്നിക്കൊണ്ട് വെടിവെക്കുന്നുണ്ട്, ചില പ്രസിഡന്റുമാര് ആ വെടികൊള്ളുന്നുണ്ട്. നിയമങ്ങൾ അറിയത്തില്ലാത്തവരാണ് നമ്മുടെ മന്ത്രിമാരും. 9 കൊടുത്ത് 2 0 കൊണ്ടിട്ടാല് 900 ആണോ 900 ആണോ 9000 ആണെന്ന് അറിയത്തില്ലാത്തവരാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ മന്ത്രി.
ഇപ്പൊ കൃഷിയിലേക്ക് ഇറങ്ങും. എന്ത് കണ്ടിട്ടാണ് പുതിയ തലമുറ കൃഷിയിലേക്ക് ഇറങ്ങി വരുന്നത്? തൂങ്ങിയാടുന്ന കർഷകന്റെ ശവശരീരം കണ്ടിട്ടോ? എത്തി ചെയ്യുന്ന വീട്ടിൽ നിന്നും പുറത്തിറങ്ങിപ്പോയ കർഷകന്റെയും കുടുംബത്തിന്റെയും കണ്ണുനീരുണ്ട്. സർക്കാരിന് കൊടുത്ത നെല്ലിന്റെയും കപ്പയുടെയും തേങ്ങയുടെയും വില കെട്ടാതെ വർഷങ്ങളോളം മാനത്തോട് നോക്കി കാത്തു കിടക്കുന്ന കർഷകന്റെ വിലാപം കേട്ടു. പക്ഷേ അങ്ങനെ രോഷാകുലനായിട്ടൊരു കാര്യം കർഷകർ സംഘടിക്കണം. കർഷകർ സംഘടിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. ഇൻഫാം പോലുള്ള സംഘടനയോട് ചേർന്ന് നിന്നുകൊണ്ട് കർഷകർക്ക് വേണ്ടി നമ്മളും പോരാടണം. ഇൻഫാം നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് ചെയ്യാൻ നമ്മൾ തയ്യാറാക്കണം. 1972 വനം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത് കർഷകരുടെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ ക്ഷുദ്രജീവികളായിട്ട് പ്രഖ്യാപിക്കണം. ആ മൃഗങ്ങളെ കർഷകന് കൊന്ന് നശിപ്പിക്കാൻ സാധിക്കും. പക്ഷെ അതിന് നമ്മുടെ നിയമം തയ്യാറാകണം. നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അതിനുവേണ്ടി പാർലമെന്റിൽ വാദിക്കാൻ തയ്യാറാകണം. ചേട്ടാ, ഈ നിയമമൊക്കെ ഭേദഗതി ചെയ്യാനും മാറ്റാനും ഒക്കെ ആ നിയമനിർമ്മാണ സഭകളിലെ നമ്മളെ പറ്റി പറയുന്ന ആരെങ്കിലും ഉണ്ടാവണ്ടേ? അത് നമ്മള് ഈ ചായക്കടയെ വട്ടം കൂടി ഇരുന്ന് ചർച്ച ചെയ്തൊന്നും കാര്യമില്ല. അത് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ വിവേകപൂർവ്വം നമ്മളത് വോട്ടവകാശത്തെ വിനിയോഗിക്കണമായിരുന്നു. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ഇലക്ഷൻ വരട്ടെ, അപ്പോൾ അവിടെ ജാതിയായി, മതമായി, വർഗമായി ജനിച്ചപ്പോൾ മുതലേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയായി തീർന്നുകൊണ്ട് കർഷകൻ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലും ഒരു ജനപ്രതിനിധികളെയും നമ്മൾ തിരഞ്ഞെടുക്കാത്ത അന്തരായ രാഷ്ട്രീയ അടിമകളാണ് നമ്മൾ. ആ ഒരു നിലപാടിൽ നമുക്കൊരു മാറ്റം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ കർഷകൻ രക്ഷപ്പെടുത്തുള്ളൂ, ഇവിടുത്തെ ജനത രക്ഷപ്പെടുത്തുള്ളൂ. അതിനൊറ്റ വഴിയേ ഉള്ളൂ. കർഷകർ സംഘടിക്കണം. ഒരേ മുദ്രാവാക്യത്തിന് കീഴിൽ, ഒരേ കൊടിയുടെ കീഴിൽ കർഷകർ സംഘടിച്ചുകൊണ്ട് വോട്ട് ബാങ്കായി മാറാതെ നമുക്ക് നിലനിൽക്കില്ല. നമ്മുടെ രക്ഷ നമ്മുടെ കൈകളിൽ മാത്രമാണ്. കർഷക ശക്തി സിന്ദാബാദ്. അതിനാണ് കർഷകരുണ്ടെങ്കിലേ നേതാവുള്ളൂ. നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. കർഷക ശക്തി സിന്ദാബാദ്. സംഘടിക്കൂ 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 ശക്തരാകൂ ശക്തരാകൂ. ജയ് ജയ് ഇൻഫാം. ജയ് ജയ് ഇൻഫാം.